ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര തണലോരത്തേക്കാണ്. മീനച്ചിലാറിൻ്റെ തീരത്തുള്ള തണലോരം. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നീറിക്കാട്ടാണ്. ഫാമിലിയും ഫ്രണ്ട്സും അതുപോലെ തന്നെ കപ്പിൾസുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസാണിത്. അതുപോലെ തന്നെ മീനച്ചിലാർ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഫിഷിങ്ങിനായും ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കോട്ടയം വഴി പാസ് ചെയ്യുന്നവർ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തണലോരം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ തണലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തെ തണലോരം എന്നറിയപ്പെടുന്നത്. ഇവിടെ തിങ്ങി നിൽക്കുന്ന മുളകളാണ് ഈ തണലോരത്തിൻ്റെ ഹൈലൈറ്റ്. ഇത്രയും തിങ്ങിയ മുള നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് വേറെ കാണാൻ തന്നെ കിട്ടില്ല. അതുതന്നെയാണ് ഇവിടുത്തെ തണലിൻ്റെ പ്രത്യേകതയും. ഏത് നട്ടുച്ച സമയത്തും ഇവിടെ വന്നാലും നമുക്ക് ഒരേപോലെയാണ് തണൽ ഫീൽ ചെയ്യുന്നത്. മുളങ്കാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏത് സമയവും ഇവിടെ നല്ല കാറ്റാണ്. മറ്റു ജില്ലക്കാർ എന്തായാലും കോട്ടയം വഴി പോകുമ്പോൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് തണലോരം. ഇവിടുത്തെ മുളങ്കാടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ളതാണ്. അത് വന്ന് കണ്ടു തന്നെ അറിയണം. കോട്ടയത്ത് നിന്നും 10 കിലോമീറ്ററാണ് തണലോരത്തേക്കുള്ള ദൂരം. അതായത് നീറിക്കാട്ടെത്താൻ കോട്ടയത്ത് നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്യണം. കോട്ടയത്ത് നിന്ന് 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് തണലോരത്തെത്താം. ആ യാത്ര ഒരിക്കലും നഷ്ടമാവില്ല. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ് തണലോരം. തണലോരം ഒരു ഫോട്ടോഷൂട്ട് പ്ലേസും കൂടെ ആയതിനാൽ ചില സമയങ്ങളിൽ ധാരാളമായി തിരക്ക് കാണാറുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ഫേവറേറ്റ് പ്ലേസും കൂടെ ആയി മാറി ഇപ്പോൾ തണലോരം. എന്തായാലും കോട്ടയം വഴി പോകുന്നവർ ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.